ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. മറ്റൊന്നുമല്ല, നമ്മുടെ കരിമീൻ്റെ ഡ്യൂപ്ലിക്കേറ്റായ സിലോപ്പിയാണ്. അതെ ഗായ്സ്, നിങ്ങൾ ഈ കണ്ടത് തന്നെയാണ് ആ മീൻ. ഇതിനെന്താ പറയുമെന്ന് എനിക്കറിയത്തില്ല. കടയിലെ ചേട്ടൻ സിലോപ്പി എന്നാണ് പറഞ്ഞു തന്നത്. സോ അതാണ് ഞാനതങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതിനെ നമുക്ക് നല്ല മസാലയൊക്കെ തേച്ച് വാഴയിലയിൽ കെട്ടി പൊള്ളിച്ചെടുത്താലോ. അതിന് വേണ്ടിയിട്ട് ഞാനത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല. അതിനുശേഷം കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഫിഷ് ഫ്രൈ മസാല, കാശ്മീരി ചില്ലി പൗഡർ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് നല്ലപോലെ പുരട്ടി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എടുത്തിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു പാൻ വയ്ക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല മീൻ തന്നെയായിരുന്നു. രണ്ടും കൂടെ ഒരുമിച്ചിട്ടിട്ട് തന്നെയാണ് ഞാനത് ആദ്യം ഒന്ന് വറുത്തെടുത്തത്. ആദ്യം നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനുശേഷം മസാല പുരട്ടിയിട്ട് പൊളിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മെല്ലെ വേണം മറിച്ചിടാൻ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ മറിച്ചിടാനുള്ള തവിയൊക്കെ വെച്ചിട്ടൊക്കെയാണ് മറിച്ചൊക്കെ ഇട്ടത്. അപ്പോൾ കരിമീൻ ഇവിടെ സൈഡിൽ കിടന്ന് മുരിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് വേണ്ട മസാലയ്ക്കുള്ള സാധനങ്ങൾ തയ്യാറാക്കിയായിരുന്നു. സവാള, മല്ലിയില, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ മീൻ വറുത്തെടുത്തതിന് ശേഷം ആ എണ്ണയിൽ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ ജസ്റ്റായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം കറിവേപ്പില ഇട്ടു. പിന്നെ ഒരു നാലോ അഞ്ചോ പച്ചമുളക് കീറിയിട്ടിട്ടുണ്ടായിരുന്നു. നടുകെ കീറിയിട്ടാണ് ഇട്ടത്. അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിൽ രണ്ട് സവാള എടുത്തിട്ടുണ്ടായിരുന്നു. സവാള ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ ആവണതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വാടുമ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഫിഷ് ഫ്രൈയുടെ കുറച്ച് മസാല ഞാൻ ആഡ് ചെയ്തെടുക്കുന്നുണ്ട്, ആ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. ഇത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. വീണ്ടും അത് കുറച്ചൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ വെറുതെ ഇട്ട് കൊടുത്തതാണ്. എനിക്ക് ആ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണ്. അതിന് ശേഷം പിന്നെ ഈ മീനൊരു വേറൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതലായിട്ട് പുളി കൊടുക്കുന്നുണ്ട്. പുളി പിഴിഞ്ഞ് കൊടുക്കുന്നത്. ഇപ്പം മീൻ പുരട്ടി വെച്ച സമയത്താണെങ്കിലും മസാല തയ്യാറാക്കുമ്പോഴും ഞാൻ പുളി ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇത് പൊള്ളിക്കാൻ നമുക്ക് വാഴയില വേണ്ടേ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വാഴയില പൊട്ടിക്കാൻ പോയതായിരുന്നു. പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ വാഴയില കൊണ്ടുവന്നു. അതിനുശേഷം അത് കെട്ടാൻ വേണ്ടി നമുക്ക് വാഴയുടെ നാര് വേണമല്ലോ, അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്, തൊട്ടപ്പുറത്ത് പാടാണ്, കാണാൻ നല്ല ഭംഗിയാണ്. അതിനുശേഷം ഞങ്ങൾ അതിൽ മസാല വാഴയിലയിൽ തേച്ച് കൊടുക്കുകയാണ്. അതിൽ മീനെടുത്ത് വെച്ചു. മെല്ലെ വേണം വെക്കാൻ, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ പൊടിഞ്ഞില്ല. ഞാൻ അത്യാവശ്യം നല്ല സാഹസ്യമായി തന്നെ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം മസാല മേലെയും തേച്ച് കൊടുക്കുകയാണ്. പിന്നെ അത് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തക്കാളിയൊക്കെ മേലെ വെച്ച് കൊടുത്ത് കുറച്ച് മല്ലിയില ഇട്ടു. അതിനുശേഷം ഇത് കെട്ടുകയാണ്. ആദ്യമൊന്നും കുറച്ച് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ്. പിന്നെ എന്നെ കെട്ടാനായിട്ട് ഹസ്ബൻഡൊക്കെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. നന്നായിട്ട് കെട്ടി, രണ്ടും കെട്ടി. അതിനുശേഷം വേറൊരു ചട്ടി എടുത്ത് വെക്കുന്നുണ്ട്. അതിൽ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ വാഴയിലയിൽ കെട്ടിവെച്ച മീൻ ഞാൻ ഓരോന്നായിട്ട് അതിൽ തന്നെ വെച്ചിട്ട് നല്ല തീ നല്ല സിമ്മിലിട്ടിട്ടാണ് ഇപ്പം കുക്ക് ചെയ്തെടുക്കുന്നത്. ആ ഒരു ഫ്ലേവറും അതൊക്കെ ഒന്ന് ആ മീനിലൊക്കെ ഒന്ന് പിടിച്ച് മസാലയുടെ ഇതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്ലോ കുക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മെല്ലെ രണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം പെട്ടെന്ന് തന്നെ സംഭവം റെഡിയായി കിട്ടി. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് അത് പൊളിച്ച് കഴിക്കുകയാണ്. ഞങ്ങൾ നല്ല ചോറിൻ്റെ കൂടെയാണ് കഴിച്ചത്. അടിപൊളി ടേസ്റ്റായിരുന്നു. ചോറിൻ്റെ കൂടെ കഴിക്കാൻ മീൻ പൊള്ളിച്ചത് മാത്രം മതിയായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ റിയാക്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. തിരകളിലാടും പായൽ പച്ചപ്പിൽ വഞ്ചിത്തുഴയണ ചേലിലിരിക്കും കുഞ്ഞി കിളിയാളെ. അരശിന്റെ ചുവട്ടിലെ കുളിരുള്ള തണലിൽ തളമൊഴി നിനക്കെന്നു കല്യാണം. കുട്ടനാടൻ പുഞ്ചനീളை കാറ്റു കളിയാടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.